ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലിത്തൻ പള്ളിയിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. 139ാമത് ചങ്ങനാശ്ശേരി അതിരൂപതാ ദിനത്തിനായി ഒരുങ്ങുകയാണ് ഈ ദേവാലയം. ാമത് ചങ്ങനാശ്ശേരി അതിരൂപതാ ദിനത്തിന് ആതിഥേയത്വം അരുളുന്നത് ചങ്ങനാശ്ശേരി ഫൊറോനയാണ്. ചങ്ങനാശ്ശേരി ഫൊറോനയിലെ സെന്റ് മേരീസ് മെത്രാപ്പൊലിത്തൻ പള്ളിയിലാണ് ഈ വർഷത്തെ അതിരൂപതാ ദിനം നടക്കുക. ഇവിടെ എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇതുവരെ നടക്കുന്നത്, എന്തൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയാകാനുണ്ട്? ഇനി 19-20 ദിവസങ്ങളിൽ നടക്കുന്ന അതിരൂപതാ ദിനത്തിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 19-ാം തീയതി മടിമലയിൽ നിന്നും അഭിമന്യ പടിയർ പിതാവിൻ്റെ ചാരിത്രവും അതുപോലെ തന്നെ ചമ്പക്കുളത്ത് നിന്ന് ദീപശിഖ പ്രയാണം എത്തിച്ചേരുമ്പോൾ അത് സ്വീകരിച്ച് കബറടക്കപ്പള്ളിയിൽ എത്തിച്ചേരുന്നു. അവിടുന്ന് അതിപൂർവ്വ പിതാവിൻ്റെ സന്ദേശത്തോടുകൂടി അന്നത്തെ പ്രോഗ്രാം അവസാനിക്കുന്നു. പിന്നെ പിറ്റേ ദിവസം സമ്മേളനം. ഇവിടെ ഏതാണ്ട് വിവിധ കമ്മിറ്റികളായിട്ട് 10ഓളം കമ്മിറ്റികളും അതോടൊപ്പം തന്നെ 501 വോളണ്ടിയേഴ്സിനെ ഉൾപ്പെടുത്തിയുള്ളൊരു സ്വാഗത സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വരുന്ന പ്രതിനിധികളെ സ്വീകരിക്കുവാനും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനുമുള്ള എല്ലാ ക്രമീകരണങ്ങളും പ്രത്യേകിച്ച് മെത്രാപ്പൊലീത്തൻ പള്ളിയുടെ ഫൊറോന കൗൺസിലും അതോടൊപ്പം തന്നെ പാരീഷ് കൗൺസിലും കൈക്കാരന്മാരും സംഘടനാ പ്രതിനിധികളുടെയും ഇവിടെയൊക്കെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ക്രമീകരണങ്ങൾ മുഴുവൻ ഇവിടെ ചെയ്തു വരുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രധാന ദേവാലയമാണ് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ദേവാലയം, ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊലിത്തൻ പള്ളി. ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ചങ്ങനാശ്ശേരി ഫൊറോന ആതിഥേയത്വം വഹിക്കുന്ന അതിരൂപത ദിനത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ ഇടവയിൽ ഏതാണ്ട് 74 കൂട്ടായ്മകളാണുള്ളത്. എല്ലാ കൂട്ടായ്മകളും വളരെ സജീവമായിട്ടുള്ള പ്രാർത്ഥനകളുമൊക്കെ നടക്കുന്നു. എല്ലാ കുടുംബ കൂട്ടായ്മ അംഗങ്ങളും വളരെ സജീവമായിട്ട് വിവിധ കമ്മിറ്റികളിലെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ ഇതിൻ്റെ വോളണ്ടിയറായിട്ടും വിവിധ കമ്മിറ്റികളിൽ നല്ല സജീവമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഈ 5 ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പള്ളികളിൽ നിന്ന് എത്തുന്ന വിശ്വാസികൾ ഏതാണ്ട് 2500-ൽ പരം ആളുകളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനിയും കുറച്ച് ഭാഗങ്ങളോടൊക്കെ തയ്യാറാക്കാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഈ 19-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ തീർക്കും. പാർക്കിങ്ങിന് നല്ല വിപുലമായ സൗകര്യങ്ങളുണ്ട്. നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ 2 ഗ്രൗണ്ടുകളുണ്ട്. അതല്ലാതെ നമുക്ക് മാർക്കറ്റ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് പാർക്ക് ചെയ്യാൻ, അന്ന് കടകളെല്ലാം അവധിയാണ്, ഹർത്താൽ ദിവസമായതുകൊണ്ട് അല്ലാതെ അവധിയായതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ അവിടെയൊക്കെ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് SP കോളേജും അസംഷൻ കോളേജും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ എല്ലായിടത്തും പാർക്കിംഗ് സൗകര്യം, അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും നമുക്ക് പാർക്കിംഗ് സൗകര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സൗകര്യങ്ങളിലായിട്ടെല്ലാം നമുക്കത് പാർക്ക് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് വരുന്നവർക്ക് ഭക്ഷണം, വെള്ളം, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. 139ാമത് അതിരൂപതാ ദിനം ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിനം കൂടിയാണ്. കാരണം നാളുകൾക്ക് ശേഷം നമ്മുടെ കത്തീഡ്രൽ ഇടവകയിൽ വെച്ചാണ് 139ാമത് അതിരൂപതാ ദിനം ആചരിക്കപ്പെടുന്നത്. അതിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ ഇവിടെ പാരിഷ് ഹോളും അതോടൊപ്പം തന്നെ അതിനുള്ള പന്തലും എല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു. ചങ്ങനാശ്ശേരി നഗരസഭയും അതിന് ആവശ്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ ചങ്ങനാശ്ശേരി ഈ പട്ടണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. 19-20 ദിവസങ്ങളിലായിട്ട് കൂടുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. കത്തീഡ്രലിനെ സംബന്ധിച്ച് വളരെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു സുദിനമാണിത്. കാരണം അതിരൂപതാ ദിനം, അതിരൂപതയിലെ വിവിധ ഇടവകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഇവിടെ വന്ന വിശ്വാസി സമൂഹം ഒന്നടങ്കം, അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാവരും ഒന്നടങ്കം ഇവിടെ സമ്മേളിക്കുന്ന ഈ സുദിനത്തിനായിട്ട് ഇടവക ഒന്നടങ്കം കാത്തിരിക്കുന്നു. അതിരൂപതാ ദിനത്തിന് എല്ലാവിധ ആശംസകളും മംഗളങ്ങളും.